തലമുറകൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മഞ്ഞളൂർ എന്ന ഗ്രാമം കർത്താക്കന്മാർ ഭരിച്ചിരുന്ന സമ്പൽ സമൃദ്ധമായ ഒരു നാട്ടുരാജ്യമായിരുന്നു. കർത്താക്കന്മാരുടെ ഭരണത്തിന് ശേഷം ഇവിടെ കുടിയേറി പാർത്ത ക്രൈസ്തവ കർഷക കുടുംബമായിരുന്നു മൂക്കനോലിക്കൽ കുടുംബം അഥവാ കുന്നേൽ കുടുംബം. അധ്യാപകനും പൊതുപ്രവർത്തകനുമായ കെ.എ. മത്തായിയുടെയും ഭാര്യ കാനാപ്പറമ്പിൽ മറിയം മത്തായിയുടെയും 4 മക്കളിൽ രണ്ടാമനായിട്ടാണ് ജോസഫ് മാത്യു എന്ന ജോളി മാത്യുവിന്റെ ജനനം. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയ മാതാപിതാക്കൾ 1961 കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തു. തുടർന്ന് ഉപരിവിദ്യാഭ്യാസത്തിനും ഹൈസ്കൂൾ പഠനത്തിനുമായി വാഴക്കുളത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഇൻഫാന്റ് ജീസസിലേക്ക് മാറ്റി. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലെ നല്ലൊരു മാറ്റത്തിന് കാരണമാവുകയും ചെയ്തു. മെട്രിക്കുലേഷൻ ഉയർന്ന മാർക്കോടെ പാസ്സായ അദ്ദേഹം 1971 പ്രീ ഡിഗ്രി പഠനത്തിനായി തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ചേരുകയും ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. 1974 ഡിഗ്രി പഠനത്തിനായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഡിഗ്രിക്ക് ചേരുകയും BSc ഫിസിക്സ് മെയിൻ വിഷയമായി എടുത്തു പഠിക്കുകയും ഉയർന്ന മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. പഠനത്തോടൊപ്പം തന്നെ കലയോട് ഭ്രമമുണ്ടായിരുന്ന അദ്ദേഹം ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് വിവിധതരം ഡ്രാമകളിൽ പങ്കെടുക്കുകയും പ്രൈസുകൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പഠനത്തിന് ശേഷം അധ്യാപനത്തിനോട് വേണ്ടത്ര താല്പര്യമില്ലാതിരുന്നതിനാൽ മുംബൈയിലേക്ക് വണ്ടി കയറി. 1977 മുതൽ 79 വരെയുള്ള വർഷങ്ങളിൽ തുടർ പഠനത്തിനായി മുംബൈയിൽ എത്തിച്ചേരുകയും പഠനശേഷം നാട്ടിൽ തിരിച്ചെത്തി ബാങ്കിങ് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ മേഖല ഇതല്ലെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം BEdനായി മാന്നാനം സെന്റ് ജോസഫ് B.Ed കോളേജിൽ ചേരുകയും പഠനശേഷം മൂവാറ്റുപുഴയിലുള്ള പാരൽ കോളേജുകളായ ന്യൂ കോളേജും ഓക്സ്ഫോർഡ് കോളേജിലും താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കി. 1986 ഹൈറേഞ്ചിലെ ചെമ്പകപ്പാറ SMLP സ്കൂളിൽ ആദ്യത്തെ നിയമനം ലഭിച്ചു. തുടർന്ന് 2 വർഷത്തിനുള്ളിൽ അത് സ്ഥിര നിയമനമാവുകയും ചെയ്തു. ജോലിയിൽ കയറി അധികം നാളാകുന്നതിന് മുമ്പ് തന്നെ വിവാഹവും നിശ്ചയിക്കപ്പെട്ടു. നെടിയകാട് ഇടവക അംഗങ്ങളായ മഞ്ഞക്കടമ്പിൽ മത്തച്ഛന്റെയും ത്രേസ്യാമ്മയുടെയും മകളായ ജെസിയെ വധുവായി സ്വീകരിച്ചു. അങ്ങനെ 1987 ഏപ്രിൽ 26 കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ വെച്ച് വിവാഹം നടന്നു. വിവാഹാനന്തരം നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഹൈറേഞ്ചിൽ നിന്നും കല്ലൂർക്കാട് സ്കൂളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. ഇതിന് പ്രധാനമായും മുൻകൈയെടുത്തത് അന്നത്തെ കല്ലൂർക്കാട് പള്ളിയുടെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് തുടിയംപ്ലാക്കിലായിരുന്നു. വളരെ കുറച്ചു കാലത്തേക്ക് ആയവന സേക്രഡ് ഹാർട്ട് സ്കൂളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്ന് തഴുവങ്കുന്ന് ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി സ്ഥാനക്കയറ്റം കിട്ടുകയും 2012 ഏപ്രിൽ മാസം റിട്ടയർഡ് ആവുകയും ചെയ്തു. നല്ലൊരു അധ്യാപകൻ എന്നതിലുപരി സ്നേഹനിധിയായ ഒരച്ഛൻ കൂടിയാണ് അദ്ദേഹം. തന്റെ 3 മക്കളിൽ മൂത്ത കുട്ടിയായ ജെന്നിക്ക് കന്യാസ്ത്രീ വ്രതം സ്വീകരിക്കണമെന്ന് അറിയിച്ചപ്പോൾ യാതൊരുവിധ തടസ്സവും നിൽക്കാതെ തന്റെ ദൈവവിളി പിന്തുടരാനുള്ള അനുവാദവും നൽകി. ഇപ്പോൾ ആരക്കുഴ സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയും CMC മഠത്തിലെ അംഗവുമാണ്. തന്റെ അധ്യാപകരായ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ സ്വന്തം മക്കൾക്കും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും അതുപോലെ ജോലിയും നേടിക്കൊടുത്തു. തന്റെ രണ്ടാമത്തെ മകളായ ജെഫിയെ ഉപരിപഠനത്തിനായി യൂറോപ്പിലേക്ക് അയക്കുകയും ജോലി ലഭിച്ചതിന് ശേഷം അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിത പങ്കാളിയെ നേടിക്കൊടുക്കുകയും ചെയ്തു. അവർക്കിപ്പോൾ ഹസൽ മരിയ എന്നൊരു കുട്ടി കൂടിയുണ്ട്. തന്റെ 3ാമത്തെ കുട്ടിയായ ഉണ്ണി എന്ന ജംലിയുടെ ആഗ്രഹപ്രകാരം UK-യിൽ പഠനത്തിന് അയക്കുകയും തുടർന്ന് അവിടെ തന്നെ ജോലി നേടുകയും ചെയ്തു. തന്റെ 3 മക്കളും പഠന നിലവാരത്തിൽ 1ാം നിരയിൽ തന്നെ എത്തിച്ചേരണമെന്നായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹം അതേപടി നിറവേറ്റുന്നതിൽ 3 പേരും മുൻപന്തിയിൽ തന്നെയായിരുന്നു. 2012 സ്കൂളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വെറുതെ ഇരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഈ സമയം കല്ലൂർക്കാട് പള്ളിയുടെ വികാരിയായിരുന്ന ഫാദർ ജോസ് പീച്ചാട്ടിന്റെ ആവശ്യപ്രകാരം സൺഡേ സ്കൂൾ അധ്യാപകനായി ചുമതലയേറ്റു. തുടർന്ന് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി. 13 വർഷക്കാലത്തെ നിസ്വാർത്ഥമായ സേവനത്തിന് ശേഷം 2025 ഏപ്രിൽ മാസം ജോലിയിൽ നിന്നും വിരമിച്ചു. തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ട ബ്രീഫിങ്ങും എഡിറ്റിങ്ങും നടത്തിയ ശ്രീ ജോബിൻ T. ജോസിന് ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുന്നു. ഞാൻ ചെറുപ്പം മുതൽ തന്നെ കോസ്മോപൊളിറ്റൻ ലൈബ്രറി നിത്യസന്ദർശനമായിരുന്നു. അതിനാൽ തന്നെ ലൈബ്രറിക്ക് വേണ്ടി പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനായി വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ വീട്ടുപേർ പറയുമ്പോൾ മത്തായിസറിൻ്റെ ആരാണെന്ന് ചോദിക്കുമായിരുന്നു. അതിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ മത്തായിസറിൻ്റെ മകനാണില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തുന്ന ആവശ്യമേ ഇല്ലായിരുന്നു. എൻ്റെ പിതാവ് നമ്മുടെ കല്ലൂർക്കാടിൻ്റെ ഗ്രാമത്തിലെ ശില്പി എന്ന് തന്നെ നമ്മൾ വിളിക്കുന്ന പ്രിയപ്പെട്ട വലയിൽ കൊച്ചാപ്പിയേട്ടന് സ്വന്തം സഹചാരിയായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിലുണ്ടായിരുന്നു. സൽപ്പേര് കാത്തു സൂക്ഷിക്കുന്നതിനായി ഞാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ അധ്യാപകർക്കുള്ള ഒരു നിലയും വിലയും 50 വർഷം മുമ്പ് അതിനേക്കാൾ നിലയും വിലയും ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. നമ്മുടെ നാട്ടിലെ അതിർത്തി തർക്കം, വഴിത്തർക്കം, അതുപോലെ തന്നെ സ്വത്ത് ഭാഗങ്ങളിൽ തർക്കമൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ഇവിടെ വരികയും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരികയും
പിതാവ് ഏക മുള്ളിലും കേടില്ലാതെ ഇരു കൂട്ടർക്കും അനുയോജ്യമായ ഒരു തീരുമാനം അല്ലെങ്കിൽ എടുത്ത് അത് പരിഹരിക്കുകയും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഏക സഹോദരിയായിരുന്ന കുന്നത്തുള്ളിൽ ത്രേസ്യ പേരമ്മ എൻ്റെ ഗോഡ് മദർ, എൻ്റെ പിതാവിൻ്റെ ഇളയ സഹോദരനായിരുന്ന കുഞ്ചുരാൻ ചിറ്റപ്പൻ എന്ന് ഞങ്ങൾ കുല്ലിച്ചാച്ചൻ എന്ന് വിളിക്കും. വെല്ലിച്ചാച്ചനാണ് എൻ്റെ ഗോഡ് ഫാദർ. മറ്റൊരു സഹോദരനായിരുന്ന MN സാർ എന്ന് വിളിക്കുന്ന കുഞ്ഞാപ്പി ചിറ്റപ്പനും, അതുപോലെ തന്നെ ഈയിടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട കുഞ്ഞമ്മയ്ക്കും ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്ത ഓരോ നന്മയ്ക്കും ഇന്നു നന്ദിയേകുന്നു.